എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മാൾ ഓഫ് മസ്കറ്റിൽ പോയിട്ട് ദേ അതിരക്കുട്ടൻ്റെ മുടി കണ്ടോ, ഒരുപാട് വളർന്നിങ്ങനെ നെറ്റിയൊക്കെ കഴിഞ്ഞ് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെട്ടി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുക. ഇനി അവിടെ ചെല്ലുമ്പോൾ അതിരക്കുട്ടി അവിടെ ഇരിക്കുമോ, മുടിവെട്ട നന്നായിട്ട് ഇരിക്കുമോ അതോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഭയങ്കര ഹാപ്പി ആയിട്ട് ദേ ഓടി ഇങ്ങനെ വരുന്ന കണ്ടോ നിങ്ങൾ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ അതിരക്കുട്ടനുമൊക്കെ ആയിട്ട് ഇങ്ങനെ മാൾ ഓഫ് മസ്കറ്റിൽ പോവുക. അവിടെ ചെല്ലുമ്പോൾ പിന്നെ ലുലു മാളിലൊക്കെ പോകണം, അവിടെ കയറി അതിരക്കുട്ടൻ അതെല്ലാം കാണണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടാണ് വന്നത് തന്നെ കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ അവിടെ ചെന്നിട്ട് ആ മാൾ ഓഫ് മസ്കറ്റിൻ്റെ മുകളിലത്തെ നിലയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കയറുമ്പോൾ കാണുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അവിടെയൊക്കെ ദേ ഈന്തപ്പന പോലെയൊക്കെ വെച്ചിട്ട് അതിലെല്ലാം നല്ല ലൈറ്റെല്ലാം കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് കയറിയപ്പം കാണാം അവിടെ വലിയ സർക്കസിൻ്റെ ഒരു ബോർഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെ എന്തുവാ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പം കാണാം അവിടെ റഷ്യൻ സർക്കസിൻ്റെ ബോർഡ് ഇങ്ങനെ വെച്ചേക്കും കൂട്ടുകാരെ. അപ്പം 2 ദിവസങ്ങളിൽ റഷ്യൻ സർക്കസ് അവിടെ ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞു. അന്നാ ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസമായിരുന്നു റഷ്യൻ സർക്കസ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ അതിരക്കുട്ടനെയും കൊണ്ട് അങ്ങ് ഏറ്റവും മുകളിലത്തെ നിലയിലാണ് മുടി വെട്ടാനായിട്ട് പോകേണ്ടുന്നത്. അങ്ങനെ നമ്മളിത് എസ്കലേറ്ററിൽ കയറിയിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോവുക. അപ്പം നമ്മൾ ഈ എസ്കലേറ്ററിൽ ഇങ്ങനെ പോകുമ്പം കണ്ടോ മുകൾ ഭാഗത്ത് നല്ല സ്റ്റാറൊക്കെ ഇങ്ങനെ മിനുങ്ങുന്ന കണക്കുള്ള ഒരു ഇതാണ് കാണുന്നത്. അതായത് ആകാശവും അങ്ങനെയുള്ള ഒരു നല്ല ഒരു ഫീലാണ് നമ്മൾ ഈ എസ്കലേറ്ററിൽ ഇങ്ങനെ പോകുന്നത്. ഇതിൻ്റെ താഴോട്ടൊക്കെ ഫിഷും അതേപോലെ നമ്മുടെ പെൻഗിനും ഒക്കെ ഉണ്ട്. അതൊക്കെ നേരത്തെ നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഇതേ അങ്ങ് എത്താറായി. അവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് നടന്ന് പോകുമ്പോഴത്തേക്കാണ് അവിടെ ഒരു കുട്ടികളുടെ ഒരു ബാർബർ ഷോപ്പുണ്ട്. അപ്പം സാധാരണ നമ്മളിവിടെ അൽക്കൗതിൽ തന്നെയാണ് അതിരക്കുട്ടന് മുടി വെട്ടാറുള്ളത്. അപ്പം ഞങ്ങൾ അവിടെ പോകുമ്പോഴെല്ലാം അവിടെ കുട്ടികളുടെ മുടി ഇങ്ങനെ വെട്ടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, ബഹളങ്ങളൊന്നും കൂടാതെ കേട്ടോ. അവിടെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളതും അതേപോലെ കാർട്ടൂൺസും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് കുട്ടികൾ അടങ്ങി ഇരുന്നിട്ട് ആ കാർട്ടൂൺസൊക്കെ കണ്ടിട്ടും അവിടുത്തെ പിക്ചറുകളൊക്കെ കണ്ടോ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന് മുടി വെട്ടുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പം അതിരക്കുട്ടനെ അവിടെ അപ്പൂസ് കൂടെ നിൽക്കണം. അതിരക്കുട്ടൻ്റെ അപ്പൂസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുവാണെങ്കിൽ അതിരക്കുട്ടൻ പിന്നെ മുടി വെട്ടാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഒരാളിരുന്ന് നമ്മുടെ അതിരക്കുട്ടൻ്റെ തലയിലെ മുടിയെല്ലാം വെട്ടുന്നുണ്ട്. അതിന് ഏത് പരുവത്തിലാണ് വെട്ടിയിട്ട് തിരിച്ച് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. ഞാനും അച്ഛനും കൂടി ഇപ്പുറത്തെ സൈഡിലോട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് അതിരക്കുട്ടൻ്റെ മുടിയുടെ ഫ്രണ്ടൊക്കെ നല്ല പയ്യന്മാരുടെ കണക്ക് ഇങ്ങനെ പൊക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫൈനലായിട്ടുള്ളത് ഭയങ്കര നല്ല അടിപൊളിയായിട്ടാണ് വന്നത്. അപ്പം ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി, ഇത് ഞങ്ങളുടെ അതിരക്കുട്ടൻ തന്നെയാണോ എന്ന്. അപ്പോൾ അതിരക്കുട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതിരക്കുട്ടൻ തുള്ളിച്ചാടിയൊക്കെ ഹാപ്പി ആയിട്ട് കണ്ടോ, പുതിയൊരാളായിട്ട് മുടിയൊക്കെ ഇങ്ങനെ പൊക്കിയൊക്കെ വെച്ചിട്ട് നമ്മുടെ അതിരക്കുട്ടൻ ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ അതിരക്കുട്ടൻ്റെ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ മാൾ ഓഫ് മസ്കറ്റിൽ തന്നെയുള്ള നല്ലൊരു ഗ്രീനറി അവിടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ കയ്യാലയിലൊക്കെ ഇങ്ങനെ പോച്ച പിടിച്ച് കിടക്കുന്ന കണക്കുള്ളേ കേട്ടോ. ഉണങ്ങിയ പോച്ച, അല്ലാത്ത പോച്ച, അതേപോലെ ഒരു വലിയ വാള് ഭിത്തി നിറച്ചും ഇങ്ങനെ കിടക്കുക. പിന്നെ അവിടെ ഒരു ഹൽക്കൻ കണ്ടു. ഹൽക്കനെ ഞാനൊന്ന് കയ്യിലൊക്കെ പിടിച്ച് നിന്നതാണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ വന്നു. അപ്പോഴത്തേക്ക് നല്ല വിശപ്പായി കേട്ടോ. അപ്പം ഒരു ബിരിയാണിയൊക്കെ ഇങ്ങനെ മേടിച്ച് കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ അതിരക്കുട്ടന് ഫ്രഞ്ച് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഫ്രഞ്ച് ഫ്രൈസൊക്കെ മേടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിഞ്ഞ് താഴെ വന്നപ്പോൾ കാണാം അവിടെ ബലൂൺ, നാളത്തെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ബലൂൺ. അങ്ങനെ ആ സർക്കസുകാർ അതിരക്കുട്ടൻ്റെ ഒരു ബലൂൺ കൊടുത്തു കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ ഈ സർക്കസ് കാണാനായിട്ട് പോകുന്നതാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ അതിരക്കുട്ടന് വേണ്ടുന്ന കഴിക്കാനുള്ള എല്ലാം ഞാൻ ഈ സഞ്ചിക്കകത്ത് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയൊരു ബാഗ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അതിരക്കുട്ടന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ വെള്ളവും അതേപോലെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ഇതിനകത്ത് കരുതിയേക്കും. പെട്ടെന്നായിരിക്കും അവൻ പറയുന്നത് അമ്മൂസേ വെള്ളം വേണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു അവിടെ ചിലപ്പം ഇരിക്കാനൊക്കെ സീറ്റ് കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ ചെന്നപ്പം വിചാരിച്ച കണക്കൊന്നുമല്ല, നല്ല തിരക്കായിരുന്നു. ആദ്യമേ ഞങ്ങൾ താഴെയൊക്കെ നോക്കി, അന്നേരം വിചാരിച്ചു എന്നാൽ മുകളിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുകളിൽ കയറിയപ്പം കാണാം അവിടെ എങ്ങും നിൽക്കാനുള്ള സ്ഥലമില്ല. ഒരു ദിവസം 3 ഷോയാണുള്ളത്. 1.5 മണിക്കൂറോളം ഉണ്ട് ഓരോ ഷോയും. അങ്ങനെ ഞങ്ങൾ മുകളിൽ നിന്ന് വീണ്ടും താഴെ വന്നു കൂട്ടുകാരെ. താഴെ വന്ന് അവിടെ ഇടയ്ക്ക് കുറച്ച് സ്ഥലത്ത് നിന്ന് ഒക്കെയാണ് വീഡിയോ കുറച്ച് എടുത്തത് കേട്ടോ. അപ്പോൾ അത് തീരുന്ന വരെയൊന്നും അവിടെ നിന്നില്ല. നമ്മൾ കുറച്ച് നേരെ അവിടെ നിന്നിട്ടുള്ളായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടിയതിൽ കുറച്ച് സർക്കസിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്.
അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ടതിന് ശേഷം ദേ കണ്ടോ നമ്മുടെ അതിരിക്കുട്ടൻ ഈ പൊയ്ക്കാൽ വെച്ച ആൾ ഇങ്ങനെ കൈ കൊടുക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ലുലു മോളിൽ വന്നിട്ട് ദേ ഈ കാണുന്ന കണ്ടോ ഈ ഫ്രൂട്ട് ഞാൻ അത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലുലു മാളിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അതിൻ്റെ കാര്യമെല്ലാം ഞാൻ നിങ്ങളോട് വിശദമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് കുറേ ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും അതേപോലെ കുറച്ച് സീഡ്സും ഒക്കെ എടുത്തിട്ട് പിന്നെ സവാളയ്ക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സവാളയൊക്കെ നല്ല വലിയ സവാളയായിരുന്നു. അങ്ങനെ ലുലു മാളിൽ നിന്ന് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ അതിരിക്കുട്ടൻ ഇപ്പോൾ ഈ ട്രോളിക്കകത്ത് ഇരിക്കാൻ ഭയങ്കര പാടാണ്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ അവനിത് ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു പരുവത്തിലൊക്കെ അവനെ അതിലൊക്കെ എടുത്ത് വെച്ചിട്ട് കുറേ എന്താ വെച്ചാൽ അവിടെ സർക്കസിൻ്റെ അവിടെ നിന്ന് കുറേ അങ്ങ് ടയേർഡായിരുന്നു. ഇരിക്കാനൊന്നും സ്ഥലമില്ലാത്ത കാരണേ. പിന്നെ അത് കാരണം നമ്മൾ ലുലുമാളി വന്നിട്ട് കുറച്ച് സ്വീറ്റ്സും അതേപോലെ ജ്യൂസും ഒക്കെ മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പുറത്തോട്ട് വന്നപ്പോൾ കാണാൻ ദേ ഇതേപോലെ ഇല്ലേ നമ്മുടെ പാവകളുടെ കണക്ക് വീണ്ടും തലയിലൊക്കെ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ബലൂണൊക്കെ വീർപ്പിച്ച് കൊടുക്കുന്നതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു